വരൂ. ആരാ നിങ്ങള്? ഈ നട്ടപ്പാതിരക്ക് നിങ്ങൾ എന്തിനാ വന്നത്? ബ്യൂട്ടിഫുൾ ലഡ്കി, അച്ഛ ലഡ്കി. രാജേഷേ, സുഖമാണോ? ആ, സുഖമായിരിക്കുന്നു. ഒരു പ്രാവശ്യം എൻ്റെ മോളെ എന്നെ കാണിക്കാൻ കൊണ്ടുവന്നതാ. സുഖമാണോ മോളെ? നമസ്കാരം അങ്കിൾ, സുഖാണ്. ശരി, നീ മോളിൽ പോയി റെസ്റ്റ് എടുത്തു മോളെ. ഓക്കെ അങ്കിൾ. മുറിയൊന്ന് കാണിച്ചു കൊടുത്തേ. നിങ്ങൾ വാ മേഡം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ? ഒന്നുമില്ലടാ, എൻ്റെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ മോളെ കുറിച്ചാടാ. അല്ല, നിങ്ങൾ ഏത് നാട്ടിലാ? ഈ സൈഡിലേക്ക് വാ. അല്ല, നിങ്ങളുടെ പേരെന്താ? വായ് തുറന്ന് സംസാരിച്ച നിങ്ങളുടെ മുത്തുപൊഴിയോ? ഈ ഭാഗത്തേക്ക് വാ. ഒരു കാര്യം, നിങ്ങളുടെ റൂം മേലെയാ. എനിക്കറിയാം. ഇതൊരു സൈക്കോനെ പോലെ ഉണ്ടല്ലോ. എന്താണെങ്കിലും നമ്മൾ കൂളാക്കി കളയും. ഓ മൈ ഗോഡ്. ഒരു കള്ളൻ അവന്റെ സഹോദരിയെ അമേരിക്കയിൽ അയക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ സാധനങ്ങൾ, പെൻസിൽ, പേന, ഇതുപോലുള്ള സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടേയിരുന്നു. വളരെ ബുദ്ധിമുട്ടി സഹോദരിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാതെ അവസാനം ഒരു വീട്ടിൽ മോഷണം നടത്താമെന്ന് കരുതി ആ വീട്ടിലേക്ക് പോയി. ആ വീടിന്റെ പരിസരം വീക്ഷിച്ചുകൊണ്ട് പതിയെ അകത്തേക്ക് പോയി. വലിയ വീടാണല്ല, ഇഷ്ടം പോലെ മോഷ്ടിക്കാൻ. ആരെങ്കിലും അവിടെ ഉണ്ടോന്ന് ചുറ്റിലും നോക്കിയിട്ട് വീടിനകത്തേക്ക് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. പൂച്ചയെപ്പോലെ പതിയെ പതിയെ അവൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അടുത്തെല്ലാം നോക്കിയിട്ട് പതിയെ അകത്തേക്ക് കയറാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ ഭാഗ്യത്തിന് ഡോർ തുറന്നിരുന്നത് കൊണ്ട് പതിയെ അകത്ത് കയറിയിട്ട് ഡോർ ലോക്ക് ചെയ്തു. പതിയെ പമ്മി നടന്നിട്ട് എന്തെങ്കിലും കിട്ടുമോന്ന് അവൻ തെരഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെയൊന്നും കിട്ടാത്തതുകൊണ്ട് അവൻ പതിയെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. മുകളിലെത്തിയതും ചുറ്റുമെല്ലാം നോക്കിയിട്ട് അവസാനം അടിപൊളി ഫിഗർ ആണല്ലോ. മാഡം, വാട്ടർ വാട്ടർ. നിന്നെയൊന്നും വെറുതെ വിടാൻ പാടില്ല. മോഷ്ടിക്കാൻ വന്നിരിക്കുന്നു നായേ. നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇവിടെ വന്നിട്ട് ഈസിയായി മോഷ്ടിക്കാമെന്ന് കരുതിയോ നീ? നിന്നെ ശരിയാക്കി തരാടാ ഞാൻ. കൊല്ലും ഞാൻ നിന്നെ. ഇപ്പൊ തന്നെ കൊല്ലും ഞാൻ. നീയൊന്നും ജീവനോടിരിക്കാൻ പാടില്ല. വെറുതെ വിടില്ല ഞാൻ. എനിക്ക് ഇവനെ കൊല്ലണം. വെറുതെ വിടരുത്. ഒന്ന് സമാധാനിക്കും മോളെ. സമാധാനിക്കേ. രാജേഷേ, നീ പറഞ്ഞ പോലെ അവക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. നാളെ തൊട്ട് അവക്ക് വൈദ്യം തുടങ്ങാം. ഇന്ന് വൈകിപ്പോയി നാളെ നോക്കാം. കേട്ടോടോ? ആയിക്കോട്ടെടാ. അവനെ കൊല്ലണം. അവൻ എനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ കൊല്ലണം. അവൻ എനിക്ക് ചെയ്ത ദ്രോഹത്തിന് അവന് വെറുതെ വിടാൻ പാടില്ല. കൊല്ലണം അവനെ. അവനെ കൊല്ലണം എനിക്ക്.
ആരേത്? നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലും. എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ കൊല്ലും. ഐ, വിട്. നിന്നെ കൊല്ലണം എന്താ ഇത്? എനിക്ക്. നിന്നെ ഞാൻ വെറുതെ വേണ്ട വിടില്ല. മോളെ പറയണേ കേക്ക്. എനിക്ക് കൊല്ലണം. നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. മോളെ ഇങ്ങോട്ട് വന്നേ. എന്താ പറഞ്ഞേ? കൊല്ലണം. ഐ, നിന്നെ കൊല്ലണം എനിക്ക്. എന്താ മോളെ? പറയണ കേക്ക്. ഐ, എന്താ ചെയ്യുന്നേ? എനിക്ക് ഇവനെ കൊല്ലണം. ഇങ്ങോട്ട് വാ. വാ. വിട്. ഞാൻ പറയട്ടെ. വാ വാ വാ. ഇവനെ വെറുതെ വിടാൻ പാടില്ല. ആരാ പറഞ്ഞേ? എന്റെ കൈ വിട്. എനിക്ക് കൊല്ലണം. കൊല്ലണം. മിണ്ടാതിരിക്ക്. എന്നെ വിട്. വാ വാ വാ. ഇവനെ വെറുതെ വിടില്ല ഞാൻ. നീ വാ, ഞാൻ എന്റെ കൈ വിട്. എനിക്ക് കൊല്ലണം. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവൾ ആദ്യം ഉള്ളിൽ അടക്കണം. ഇതാണ്ടാ എന്റെ പ്രശ്നം. എന്റെ മോള് ശരിക്കും കഷ്ടപ്പെടുന്നുണ്ടോ? നന്ദിനി ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. അവളുടെ നില വളരെ മോശമാണ്. എനിക്ക് മനസ്സിലാവുന്ന വിധത്തിലൊന്ന് പറയേ. നന്ദിനി പഠിക്കുന്ന ബുക്കുകളൊക്കെ അവൾ ആ കഥാപാത്രത്തിലേക്ക് അലിഞ്ഞു പോകുന്നു. അത്യാവശ്യ കാര്യം എന്തെന്ന് വെച്ചാ ആ കഥയ്ക്കുള്ളിലുള്ള കഥാപാത്രങ്ങൾ അവളുടെ അകത്തിലേക്ക് കയറി പോകുന്നു. അല്ല, നിന്നെ കൊല്ലാൻ എന്തിനാ അവൾ ശ്രമിച്ചത്? മാഡം, ഇതാ കുറച്ച് വെള്ളം കുടിക്കേ. ഇതിന്റെ അകത്ത് വേറെന്തോ സംഭവം ഉണ്ടെന്നാ തോന്നുന്നേ. അല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? എന്തോ ഒച്ച കേൾക്കുന്നില്ലേ? ഐ, ഇത് നന്ദിനി, ഉയ്യന്റെ അയ്യോ, ഈ പെണ്ണിന്റെ പേര് പ്രേതമുണ്ടെന്നോ? അയ്യോ, പെണ്ണിന്റെ കൂടെ താമസം തന്നെ വേണ്ടേ ഭഗവാനെ. അമ്മോ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി. നമ്മളെ വിട്ടേക്ക്. ഓ അയ്യോ. ആ, കുട്ടി, എന്താ നന്ദിനി എഴുന്നേറ്റ് എന്താ മോളെ. സംഭവിക്കുന്നത്? എന്ത് പറ്റി മോളെ? എന്ത് പറ്റി മോളെ? നന്ദിനി, ആ, എന്ത് പറ്റി മോളെ? എന്താ മോളെ? എന്താ പറ്റിയെന്ന് പറയും മോളെ. ഒന്നും വിഷമിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞില്ലേ. അവര് രണ്ടുപേരെയും ഞാൻ കൊന്നു. ഒന്നുമില്ല. ഒന്നുമില്ല. പറയുന്നത് കേക്ക്. പേടിക്കണ്ട മോളെ. ഒന്നുമില്ലെന്നേ. പേടിക്കില്ല നന്ദിനി. പതുക്കെ. പേടിക്കേണ്ട ആവശ്യമില്ല. രാവിലെ വരെ ഉറങ്ങിക്കോളും. നീ വാ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളെ റീഹാബിറ്റേഷൻ സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടായാലോ എന്ന് ആലോചിക്കുക. ശരി, നാളെ വിളിച്ചോണ്ട് പോവാം. പറയൂ രാജേഷ്, സാർ, ഇപ്പൊ നിങ്ങളുടെ മകൾക്ക് എങ്ങനെയുണ്ട്? എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താലും ഒരു കാര്യമില്ല സാറേ. അവൾ ആ കാര്യമൊന്നും മറക്കുന്നില്ലേ സാറേ. ഞാനിപ്പോൾ അവളൊരു ട്രീറ്റ്മെന്റിന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. ഓക്കെ. ഡോക്ടർ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല്, ഇവൾ ആരെയാണോ കൊല്ലാൻ ശ്രമിക്കുന്നത് അയാളെ ഇവളുടെ മുന്നിൽ കൂട്ടിക്കൊണ്ടുവന്നാൽ മതി സാറേ. ഇവളുടെ പ്രശ്നങ്ങൾ തീർക്കാമെന്നാ പറയുന്നത്. ഓക്കെ. ആ പത്രത്തിലുള്ള ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്യാം സാറേ. ഒന്ന് നോക്കാമോ സാറേ? വാട്സപ്പിൽ അയച്ചിട്ടുണ്ടോ? ആമാ സാർ. നോക്കാം. ആ, അതെ, എനിക്കറിയാം. ഇവൻ രാഹുലല്ലേ? യാ. ഒന്ന് സഹായിക്കു സാറേ. ഇവനെ എനിക്ക് നന്നായിട്ട് അറിയാം രാജേഷ്. അവർ ഈ മാഗസിനിൽ വലിയ ഫേമസ് ആണ്. യാ, ഹീസ് എ ഗുഡ് മോഡൽ. നാളെ കാലത്ത് ഞാൻ തന്നെ അയാളെ വിളിച്ചോണ്ട് വരാം. താങ്ക് യു സാർ. വച്ചേക്കട്ടെ.